ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ 7 സഭാസമൂഹങ്ങൾക്കുള്ള ദൂതുകളാണ്, സന്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 7 സഭാസമൂഹങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ആ കാലഘട്ടത്തിലെ സഭകൾക്ക് മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കും വലിയ സന്ദേശങ്ങൾ അതിൽ നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ സഭാ സന്ദേശം നൽകുന്നത് ലൗദീക്കയിലെ സഭയ്ക്കാണ്. അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലാണ് ലൗദീക്കയിലെ ഈ സഭയ്ക്ക് നൽകുന്ന ദൂത് നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. ഇപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് ചൂടുള്ള ഒരു ക്രൈസ്തവനാകാനാണ്, തണുപ്പുള്ള ഒരു ക്രൈസ്തവനാകാനാണ്. ഇത് രണ്ടും ഈ സഭയിൽ ഇല്ല എന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചൂടുള്ള ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ഈശോയെ പ്രതിയുള്ള തീഷ്ണത കൊണ്ട് എരിഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം, ഈശോയെ പറയാനായിട്ട് ജ്വരമുള്ളൊരു ജീവിതം. എനിക്ക് ഈശോയെ പറയണം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയണം, എനിക്ക് ഈശോയുടെ സുവിശേഷം മറ്റുള്ളവരോട് പറയണം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെ ഈശോയെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ജ്വരം പിടിച്ച് നടക്കുക. ഇതാണ് ചൂടുള്ള ക്രൈസ്തവൻ. ചൂടുള്ള ക്രൈസ്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൂടാകുന്ന ക്രൈസ്തവൻ എന്നല്ല. നമുക്ക് ചൂട് വരും. ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും ചൂടാണ്. എനിക്കും ചൂടാണ്, നിങ്ങൾക്കും ചൂടാണ്. ജീവിതത്തെ സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ മിക്കവാറും എല്ലായ്പ്പോഴും ദേഷ്യമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശോയെ പ്രതി തീഷ്ണതയുള്ളൊരു ക്രൈസ്തവൻ, ഈശോയുടെ സുവിശേഷം പറയാനായിട്ട് ജ്വരമുള്ളൊരു ക്രൈസ്തവൻ, ആ തീഷ്ണത കൂടെ നിറഞ്ഞൊരു ക്രൈസ്തവൻ, ആ ക്രൈസ്തവനാകാനായിട്ട് ആഗ്രഹിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കണം. ഈശോയോട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇനി പലപ്പോഴും നമുക്ക് സംശയമുള്ളൊരു കാര്യം, തണുപ്പുള്ള ക്രൈസ്തവൻ. ഈശോ പറയുന്നത് ഒന്നെങ്കിൽ നിനക്ക് ചൂടുണ്ടാകണം, അല്ലെങ്കിൽ നിനക്ക് തണുപ്പുണ്ടാകണം. നിനക്കിത് രണ്ടുമില്ല, ചൂടുമില്ല തണുപ്പുമില്ല, ലൂക്ക്വാം, മന്ദോഷ്ണൻ. ഇതിൻ്റെ ആ സഭയുമായിട്ട് ചേർന്നുകൊണ്ട്, ലൗദീക്കയിലെ സഭയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് വെള്ളം വരുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഇവർക്ക് അവിടെ വെള്ളത്തിൻ്റെ സ്രോതസ്സില്ല. അവിടെ ഉള്ളൊരു നദിയാണെങ്കിൽ അത് ഹാർഡ് വാട്ടറാണ്. അതിൽ ലാവയൊക്കെയുള്ള ടെർബിഡിറ്റി കൂടുതലുള്ള ഹാർഡ് വാട്ടറുള്ള ഒരു നദിയാണ് അതിലൂടെ ഒഴുകുന്നത്. പലപ്പോഴും 6 മാസത്തിൽ വെള്ളം ഉണ്ടാകില്ല. അതുകൊണ്ട് അവർ വെള്ളം കൊണ്ടുവരുന്നത് ഏതാണ്ട് ഒരു 6 മൈൽ 7 മൈൽ അകലെയുള്ള ഹിറാപ്പോളിസിൽ നിന്നാണ്. അവിടെ നിന്ന് കനാലിലൊക്കെ ആയിട്ട് വെള്ളങ്ങൾ കൊണ്ടുവരും. അവിടെ ഉള്ള ആ വെള്ളം, ഹിറാപ്പോളിസിലെ വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ്. പക്ഷെ ആ വെള്ളം അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആ ചൂട് നഷ്ടപ്പെട്ടു പോകും. അത് ലൂക്ക്വാമാവും, മന്ദോഷണമായി തീരും. അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുക ഒരു 10 മൈൽ അകലിൽ നിന്ന് കൊളോസയിൽ നിന്നാണ്. അവിടുത്തെ വെള്ളം ശരിക്കും നല്ല തണുത്ത വെള്ളമാണ്, കോൾഡ് സ്പ്രിംഗ് ആണ്. അതുപോലെ ഔഷധ ഗുണമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ വെള്ളം പക്ഷേ ഇങ്ങോട്ടെത്തുമ്പോഴേക്കും 10 മൈൽ ഇങ്ങോട്ടെത്തുമ്പോഴേക്കും അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെട്ടു പോകും. ആ ഔഷധ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ചൂടോ തണുപ്പോ നിനക്കില്ല, നീ മന്ദോഷ്ണനാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അവിടെ ചൂടും കിട്ടുന്നില്ല, അവരുടെ വെള്ളത്തിന് തണുപ്പുമില്ല, ആ ഗുണവുമില്ല. അത് ഒരു ലൂക്ക്വാമായിട്ട് മന്ദോഷ്ണമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതാണ് കർത്താവ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തണുത്തത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു സമയമുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നന്നായിട്ട് പണിയെടുക്കുക, ഒരു ദിവസം നന്നായിട്ട് വിയർത്ത് പണിയെടുക്കുക. കാരണം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പോയി നല്ല തണുത്ത വെള്ളത്തിൽ നമ്മളൊന്ന് കുളിക്കുകയാണെങ്കിൽ
നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ അത് അനുഭവിച്ചാലാണ് പറയാൻ പറ്റുക. ഞങ്ങളുടെ തൃശ്ശൂർ ദേവമാത പ്രൊവിൻഷ്യൽ ഹൗസിലെ നല്ലൊരു കുളമുണ്ട്. അപ്പോൾ ഞങ്ങളത് പണിയൊക്കെ എടുത്തു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, തോട്ടപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ കുളത്തിലേക്ക് അങ്ങോട്ട് ചാടി, തണുത്ത വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി കുളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട്. അതൊരു സുഖമാണ്, അതൊരു റിഫ്രഷിങ് സുഖമാണ്, അതൊരു പുതിയൊരു എനർജി നൽകുന്നൊരു സുഖമാണ്. ആ ചൈതന്യം, അതാണ് ഈ തണുപ്പ് എന്നതുകൊണ്ട് കർത്താവ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തണുപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ കുളിച്ചങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു എനർജി ഉണ്ടാവുകയാണ്, നമുക്ക് വീണ്ടും ഒരു സുഖമാവാണ്, നമുക്കൊരു ആശ്വാസം ഉണ്ടാവുകയാണ്. അപ്പോൾ ജീവിതത്തിലെ ഒരു ആശ്വാസം ഉള്ള മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഡൈമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇതാണൊരു ആശ്വാസം. നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ ആശ്വാസം നമ്മളുടെ മനസ്സുകളിലെ, നമ്മുടെ ജീവിതത്തിലെ നിറഞ്ഞു നിൽക്കണം. ഈ ആശ്വാസമാണ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു ആശ്വാസം, കർത്താവിനാൽ ആശ്വസിപ്പിക്കപ്പെടുന്ന ഒരു സൗഖ്യമുള്ള ഒരു ജീവിതം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ് നമുക്കൊരു തണുപ്പുണ്ടാകുള്ളൂ. ആ തണുപ്പ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുളിർമ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലും ഒരു കുളിർമയുള്ള ഒരു ആനന്ദഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എൻ്റെ പ്രിയമുള്ളവരെ. നമ്മളൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. പക്ഷേ യേശു ആഗ്രഹിക്കുന്നത് ഒരു ശാന്തഭാവമാണ്, ജീവിതത്തിലെ ഒരു സമാധാനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെ കർത്താവിൽ സന്തോഷിച്ച് കർത്താവിൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ടെൻഷൻസ് ഉണ്ട്. ടെൻഷൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലേ? നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇഷ്ടംപോലെ ടെൻഷൻസ് ഉണ്ട്. ടെൻഷൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? പക്ഷേ ഈശോ നമ്മോട് പറയുന്നത് ഈശോയുടെ സുവിശേഷത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം. അതാ പൗലോസ്ലീഹ പറഞ്ഞേ, സർവ ധാരണകളെയും അതിലംഘിക്കുന്ന ആ കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കണം. നന്നായിട്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യമൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പക്ഷെ നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങി പോകില്ല, ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും ആ കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ ആനന്ദം, കർത്താവിൻ്റെ സൗഖ്യം, കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കണം എൻ്റെ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ടെൻഷൻ പിടിച്ച് പരക്കം മാഞ്ഞ് നടക്കുന്നവരാകും. കർത്താവിൻ്റെ മക്കൾ അങ്ങനെ പരക്കം പിടിച്ച് നടക്കാൻ ഇഷ്ടമില്ല. കർത്താവിന് ആകെ ഒരു കാര്യം ആഗ്രഹമുള്ളൂ, നമുക്കൊരു ചെറിയ ചൂട് വേണം, സുവിശേഷം പറയാനായിട്ടുള്ള ചൂട് വേണം. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കണ്ടമാനം വ്യഗ്രത വേണ്ട എന്ന് ഈശോ പറയുന്നില്ലേ? നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൻ, നിങ്ങൾ ആകാശത്തിലെ കാക്കകളെ നോക്കുവിൻ, അവ തിന്നുന്നില്ലേ? വയലിലെ ലില്ലികൾ അവ അണിയിച്ചൊരുങ്ങുന്നില്ലേ? അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവിടുത്തെ സുവിശേഷം പറയാനായിട്ട് ഒരു ചൂട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ, വ്യഗ്രതകളൊക്കെ, ഉത്കണ്ഠകളൊക്കെ മാറ്റിവെച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എൻ്റെ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ വി വിൽ ബി ബേൺഡ് ഔട്ട്. എനിക്ക് തോന്നുന്നത് വി ക്രിസ്ത്യൻസ് ആർ ഓൾവേസ് സംടൈംസ് ബേൺഡ് ഔട്ട്. നമ്മളീ പണി ചെയ്ത്, നമ്മൾ ശുശ്രൂഷകൾ ചെയ്ത് വി ആർ നൗ ബേൺഡ് ഔട്ട്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ സൗഖ്യം,
കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സമാധാനം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാനൽ ഷാലോം ടി വി അല്ലേ? ഷാലോം. ആ ഷാലോം ജീവിതത്തിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ഷാലോം ഉണ്ടാകണം. ഷാലോം എന്ന് വെച്ചാൽ നിത്യം നിലനിൽക്കുന്ന സമാധാനം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, സാമ്പത്തിക തകർച്ചകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, സ്നേഹം ലഭിക്കാത്ത അവസരങ്ങളുണ്ടാകും, നമ്മെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നലുകളുണ്ടാകും. പക്ഷെ അതിൻ്റെ ഒക്കെ മധ്യത്തിലേ എൻ്റെ ഈശോ എൻ്റെ ഒപ്പമുണ്ട്. ഷാലോം. എൻ്റെ മനസ്സിലെ നിത്യം നിലനിൽക്കുന്ന കർത്താവിൻ്റെ സന്തോഷം, അതാണ് ഈ തണുപ്പ്. ആ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ തണുപ്പ് ഹൃദയത്തിൽ ബാധിക്കുന്ന, യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സൗഖ്യമുള്ള ക്രൈസ്തവരായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് നമുക്ക് ഈശോയോട് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ തണുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു ചിന്ത, നമ്മളുടെ അടുത്ത് വരുന്നവരെ നമുക്കൊന്നൊരു സംരക്ഷിക്കുന്ന, അവരെ ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളിൽ അവർ തെറ്റിപ്പോകാതെ അവരെ സൂക്ഷിക്കുന്ന, അവരെ പരിചരിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ അടുത്ത് വരുന്നവരെ ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്ന, അവർ നഷ്ടപ്പെട്ടു പോകാതെ അവരെ സൂക്ഷിക്കുന്ന ഒരു ഐസായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ അതുകൊണ്ട് പറയുന്നില്ലേ, ഈശോ പലപ്പോഴും പറയുന്നില്ലേ, ഞാൻ അവരെ അങ്ങയുടെ നാമത്തിൽ കാത്തുപാലിച്ചു എന്ന്. ശിഷ്യന്മാരെ കുറിച്ച് ഈശോ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അവരെ അങ്ങയുടെ നാമത്തിൽ കാത്തുപാലിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ സൂക്ഷ്മത്തിനെ ഏൽപ്പിക്കുന്നവരെ കാത്തുപാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരപ്പന്, ഒരമ്മയ്ക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. നഷ്ടപ്പെട്ടു പോകാതെ, മക്കൾ നഷ്ടപ്പെട്ടു പോകാതെ അവരെ ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളിൽ ഈശോയോടുള്ള ബന്ധത്തിൽ അവരെ നിലനിർത്താനായിട്ടുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കുണ്ട്. മാതാപിതാക്കന്മാർക്കതുണ്ട്. പലപ്പോഴും മക്കളെ പേടിച്ചിട്ടാണ് ഇന്ന് മാതാപിതാക്കൾ കഴിയണേ. മക്കളെ പേടിച്ചിട്ടാണ് കഴിയണേ. മക്കൾ ചെയ്യുന്നത് ചിലത് തെറ്റാണെന്നറിയാം, പക്ഷെ മിണ്ടണില്ല. പറയാനായിട്ടുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അവരെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്. അധ്യാപകരൊക്കെ ഇപ്പോൾ പേടിച്ചിട്ടിരിക്കണേ. കാരണം എവിടുന്നാ കംപ്ലൈൻറ്റ് വരണേന്ന് അധ്യാപകർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. കോളേജിനേക്കാളും കൂടുതൽ സ്കൂളിൽ. പണ്ടൊക്കെ നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ശിക്ഷണമൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും ചില ശിക്ഷണങ്ങൾ, അതിൻ്റെ സൈക്കോളജി കാര്യങ്ങളൊന്നും അല്ല അച്ഛനിവിടെ പറയുന്നത്. അത് തല്ലണമെന്നൊന്നുമല്ല, കുട്ടികളെ അടിക്കണമെന്നൊന്നുമല്ല അച്ഛനിവിടെ പറയുന്നത്. പക്ഷെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് സ്നേഹപൂർവ്വം ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട്. ധാർമ്മികമായ ഉത്തരവാദിത്തം മുതിർന്ന തലമുറയ്ക്കുണ്ട്. ധാർമ്മികമായ ഉത്തരവാദിത്തം പക്വതയുള്ള ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അത് മറന്നു പോകരുത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഈ ഐസ് പ്രൊട്ടക്ഷൻ. അഴുകാതെ, ജീർണിക്കാതെ, മത്സ്യം ഐസിലിട്ട് കഴിഞ്ഞാൽ അത് അഴുകാതെ, അത് മോശമാകാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഫിലോസഫി, കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതചര്യ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത് ഈ തണുപ്പിൻ്റെ ഒരു ഡൈമെൻഷനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ അടുത്തൊരു പ്രത്യേകത, അത് ഒരു സൈലൻ്റാണ്. അതൊരു ശാന്തതയാണ്. അതിൽ ആ ശാന്തത അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൗഖ്യം നൽകുന്നൊരു ശാന്തതയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ശാന്തത ഉണ്ടാകണം എൻ്റെ പ്രിയമുള്ളവരെ. നമുക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കും വേണം. അത് നമ്മൾ വേഗം ചെയ്യും വേണം. അവിടെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യും വേണം. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശാന്തഭാവം നിലനിൽക്കണം. ആ ശാന്തത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമ്മുടെ ജീവിതങ്ങൾ വിജയിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ശാന്തതയും കർത്താവിൻ്റെ സൗഖ്യവും ഇല്ലാതെ പോകുന്നു. കർത്താവ് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ തണുപ്പ് എന്ന് പറയുമ്പോൾ, നിനക്ക് തണുപ്പുണ്ടാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളൊന്ന് തണുക്കണം എൻ്റെ പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ സൗഖ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആ ശാന്തത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ശാന്തതയിൽ നിന്നുകൊണ്ട്
നമുക്ക് കാര്യക്ഷമമായിട്ട്, എഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പലപ്പോഴും പരക്കം പാഞ്ഞ് നടക്കുന്ന കാരണം കർത്താവിൻ്റെ ഈ ശാന്തതയും സൗഖ്യവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാത്തത് കാരണം നമ്മൾ ബാഹ്യമായിട്ട് പലതും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിലും അത് കൊള്ളുന്നില്ല, അത് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നൂറുമേനി ഫലമുണ്ടാകാനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം. അതുണ്ടാകുന്നില്ല. അതുണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ തണുപ്പുണ്ടാകണം, മനസ്സിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ സൗഖ്യമുണ്ടാകണം, മനസ്സിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ഈ സുഖമുണ്ടാകണം. കർത്താവിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളൊരു സമാധാനം, ശാന്തത നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം എൻ്റെ പ്രിയമുള്ളവരെ. അപ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന, യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനടുത്തൊരു ഡൈമെൻഷൻ ഈശോ ആഗ്രഹിക്കുന്നത് ഒരു മിസ്റ്റിക്കൽ ഡൈമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മിസ്റ്റിക്കൽ ഡൈമെൻഷൻ. വിശുദ്ധ കുർബാന ഒരു മിസ്റ്ററിയാണെന്ന് നമ്മൾ പറയും. പരിശുദ്ധ ത്രിത്വം ഒരു മിസ്റ്ററിയാണെന്ന് നമുക്ക് പറയും. ആ മിസ്റ്ററിയുടെ മുമ്പിൽ ഒരു മൗനമുണ്ട്, ഒരു സൈലൻസ് ഉണ്ട്. ആ മിസ്റ്ററിയുടെ മുമ്പിലൊരു ധ്യാനമുണ്ട്. അവിടെ ഒച്ചപ്പാടും ബഹളവുമില്ല. അവിടെ അംഗീകാരത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളില്ല. അവിടെ ഒരു ധ്യാനവും ഒരു സന്തോഷവും ഒരു സൗഖ്യവും കർത്താവിൻ്റെ മുമ്പിൽ ശാന്തമായിട്ടുള്ളൊരു ഇരിപ്പും കർത്താവ് എല്ലാം ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസബോധ്യവും, എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ പണം, ഞാൻ, ആ ചിന്തയിൽ നിന്ന് മാറി കർത്താവിൻ്റെ രാജ്യം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സുവിശേഷം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൈമെൻഷൻ കൂടി ഈ തണുപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ അൽഫോൻസമ്മയെക്കുറിച്ച്. അൽഫോൻസമ്മയുടെ ജീവിതം, ആ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം, അത് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അധികം പേരൊന്നും, ഒത്തിരി പേരൊന്നും ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽഫോൻസമ്മയുടെ ചരമപ്രസംഗത്തിലെ പ്രസിദ്ധമായിട്ടൊരു വാചകമുണ്ട്, റോമുലസ് അച്ഛനൊക്കെ പറയുന്നത് പ്രസിദ്ധമായിട്ടൊരു വാചകം. ഈ മരിച്ചു കിടക്കുന്ന സിസ്റ്റർ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഭരണങ്ങാനം ജനസമുദ്രം കൊണ്ട് നിറയുമായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രവാചക സ്വരം നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു ആ ചരമപ്രസംഗം. മരണത്തിന് ശേഷം അൽഫോൻസമ്മയുടെ വിശുദ്ധി കേരളം തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ സഭ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ഭരണങ്ങാനത്ത് പെരുന്നാളിൻ്റെ ദിവസങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അന്ന് പറഞ്ഞ ജനസമുദ്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് മഹത്വപ്പെടുത്തിക്കോളും. കർത്താവിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ വെകിളി പിടിച്ച് വിരളി പിടിച്ച് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് നടക്കണ്ട. അതാണ് ഈ തണുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനല്ല, കർത്താവാണ് പ്രധാനപ്പെട്ടത്. പ്രിയമുള്ളവരെ, ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി കന്യാമഠത്തിലെ 4 ചുമരുകളുടെ മധ്യയുള്ള ശാന്തമായൊരു ജീവിതം, എക്സെപ്ഷണലി ഗ്രേറ്റ് എന്ന് പറയുന്ന ഒന്നും എൻ്റെ അനിയത്തി ചെയ്തതായിട്ട് സെലിൻ പ്രസ്താവിക്കുന്നില്ല. സെലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തൊട്ട് മൂത്ത ചേച്ചിയാണ്. കർമ്മലീത്ത മഠത്തിൽ തന്നെ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ശേഷം പിന്നീട് ചേരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സെലിൻ്റെ പ്രസ്താവന ഒന്നും എക്സെപ്ഷണലി ഗ്രേറ്റ് ആയിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതി ചെയ്യുന്നില്ല. ആരും അറിയാത്ത നിഗൂഢമായൊരു ജീവിതം, അത് ഞാൻ പറഞ്ഞൊരു മിസ്റ്റിക്കൽ ഡൈമെൻഷൻ ഈ തണുപ്പ് എന്ന് പറഞ്ഞതുകൊണ്ടുണ്ട്. അവിടെ ഒരു ധ്യാനമുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ഞാനല്ല പ്രധാനപ്പെട്ടത്, അവിടെ എൻ്റെ ഈശോയാണ് പ്രധാനപ്പെട്ടത്. അവിടെ ഞാനല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ ഈഗോയല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ തമ്പുരാനാണ് പ്രധാനപ്പെട്ടത്. അതിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അസ്വസ്ഥമാകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാണ്. നമ്മൾ രോഗികളായിട്ട് തീരാണ്. ചിന്തയുടെ രോഗം ഇപ്പോൾ കൂടുതലാണ്. ആലോചിച്ച് മനുഷ്യർ രോഗികളാകാം. എന്താ ഈ ആലോചിച്ച് രോഗം ഉണ്ടാക്കണേ? ഞാനാണ് വലുത്,
എന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല. ഞാനാണ് ഞാനാണ് കേന്ദ്രം, ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ വാക്ക് വേണ്ട പോലെ എടുത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ചെയ്തില്ല. കുടുംബത്തിൽ തല്ല്, സമൂഹത്തിൽ തല്ല്, എല്ലാവർക്കും തല്ല്. ജീവിതത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്നത് കർത്താവിനെ സെൻട്രലിൽ കൊണ്ട് നിർത്തി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സെൻട്രലിൽ കൊണ്ട് നിർത്തിയാൽ നമ്മൾ ഫ്രീ ആകും. ഇതാണ് ഈ തണുപ്പ്, കർത്താവ് ആവശ്യപ്പെടുന്ന തണുപ്പ്. ആ തണുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, നിൻ്റെ രക്ഷയുടെ തണുപ്പ് എനിക്ക് നൽകണമേ. പലപ്പോഴും ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം, എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യം, എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. എൻ്റെ ഈശോയെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഈ രോഗങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എൻ്റെ ജീവിതത്തിലെ ഈശോയെ നീ സ്പർശിക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ രോഗങ്ങളുണ്ടാകാം, കടബാധ്യതകളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, സ്നേഹം ലഭിക്കാത്ത അവസരങ്ങളുണ്ടാകാം. പക്ഷേ ഈശോയെ, നീ എന്നെ കാണുന്നുണ്ട്, നീ എൻ്റെ ഒപ്പം ഉണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോയെ നീ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കണു നീ എൻ്റെ ഒപ്പമുണ്ടെന്ന്. അതുകൊണ്ട് നിൻ്റെ സൗഖ്യത്തിൻ്റെ തണുപ്പ്, ആ തണുപ്പുള്ളൊരു ക്രിസ്ത്യാനിയായിട്ട് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ ഇളകി മറിയുന്ന ഗലീലാക്കടലിൽ കാറ്റൂതി ഇളകി മറിഞ്ഞ് അങ്ങനെ ഭയവിഹ്വലരായ ശിഷ്യന്മാരെ പോലെ നിലവിളിച്ച് അസ്വസ്ഥരായി ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ഗുരുവിനെ അന്ന് ആ ദിവസം ശിഷ്യന്മാരെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നില്ലേ, ഗുരു, ഞങ്ങളിത് നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ? ആ ഈശോയെ നമുക്ക് വിളിച്ചുണർത്താം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണരട്ടെ. എന്നിട്ട് അടങ്ങാത്ത കടലിനെ, പ്രക്ഷുബ്ധമായ സമുദ്രത്തെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കടബാധ്യതകളെ, രോഗങ്ങളെ, സ്നേഹം ലഭിക്കാത്ത അവസ്ഥകളെ കർത്താവ് ജീവിതത്തിൽ ഉണർന്ന് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ദിവസം ശാസിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അടങ്ങ്, ശാന്തമാക്ക്. കർത്താവിൻ്റെ തണുപ്പിൻ്റെ സൗഖ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാനല്ല പ്രധാനപ്പെട്ടത്, ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. ആ ചിന്ത വന്നാൽ തന്നെ ഈഗോൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും. കർത്താവിൻ്റെ ജീവിതത്തെ പരിപാലിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്കണ്ഠകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. എൻ്റെ ജീവിതത്തെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കർത്താവിന് മുമ്പിൽ വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ അവിടുന്ന് രൂപപ്പെടുത്തി, എന്നെ അവിടുന്ന് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവരാണ് എൻ്റെ കർത്താവ് എന്ന് എൻ്റെ മനസ്സിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്നാരും സ്നേഹിക്കണില്ല, എന്നാരും പരിഗണിക്കണില്ല, എന്നാരും മുമ്പിൽ നിർത്തണില്ല എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ സ്നേഹം ലഭിക്കാത്തതിൻ്റെ രോഗങ്ങൾ ഇന്ന് വിട്ടുമാറും. നമ്മുടെ മനസ്സിന് സൗഖ്യവും ശാന്തമാകും. അതുകൊണ്ട് ഈശോയുടെ തീക്ഷ്ണമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ആ സഭയോട് ഈശോ പറഞ്ഞത്, നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല. ഈശോയെ, നിൻ്റെ സുവിശേഷം പറയാനായിട്ടുള്ള ചൂട് എനിക്ക് നൽകണമേ. നിൻ്റെ സുവിശേഷത്തിൻ്റെ തണുപ്പ്, സൗഖ്യം, ആ ശാന്തത, ഞാനല്ല നീയാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്നുള്ള ശാന്തത എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. അങ്ങനെ വരുമ്പോൾ ആ ചൈതന്യം നിറഞ്ഞൊരു ക്രൈസ്തവ ജീവിതം, ശാന്തതയിൽ നിലനിൽക്കുന്നൊരു ക്രൈസ്തവ ജീവിതം, സന്തോഷത്തിൽ നിലനിൽക്കുന്നൊരു ക്രൈസ്തവ ജീവിതം, സൗഖ്യം നിറഞ്ഞൊരു ക്രൈസ്തവ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളുടെ മധ്യേയും കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഈശോ നമ്മെ ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്, ഈശോയെ, നിൻ്റെ സൗഖ്യം അത് തണുപ്പായിട്ട് എൻ്റെ ഹൃദയത്തിന് നൽകണമേ. നീ ആഗ്രഹിക്കുന്ന ആ സൗഖ്യത്തിന് തണുപ്പ് എൻ്റെ മനസ്സിന് നൽകണമേ എന്ന തീഷ്ണതയോടെ ഈ ദിവസം മുഴുവൻ ഒരു സുഹൃത ജപം പോലെ നമുക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാം.
ഈശോ നമ്മുടെ വഴികളെ ഇന്നത്തെ ദിവസം മുഴുവൻ മനോഹരമാക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ശക്തിയുള്ള, ചൈതന്യമുള്ള, സൗഖ്യമുള്ള, കർത്താവിൻ്റെ ചൂടും കർത്താവിൻ്റെ തണുപ്പും നിറഞ്ഞ ക്രൈസ്തവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.